ഹായ് നേച്ചർ ലവേഴ്സ്. ഇന്ന് നമ്മുടെ ടെറേറിയത്തിൻ്റെ ട്രിമ്മിങ് ഡേ ആണ്. നമ്മളെ ടെറേറിയത്തിലെ ചില പ്ലാന്റ്സ്, അതായത് ഫ്ലെയിം വയലറ്റ്, പിന്നെ ഹാർട്ട് ഫേൺ, ഇതൊക്കെ ഓവർ ഗ്രോത്ത് ചെയ്തിട്ട് നമ്മളെ ലിഡിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലെവലുള്ള പ്ലാന്റ്സ്, ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സിനൊന്നും ലൈറ്റ് കിട്ടാണ്ട് അത് കംപ്ലീറ്റ് നശിച്ചു പോകും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 82 ദിവസമായി, ഏകദേശം 3 മാസത്തിനടുത്തായി. അപ്പോൾ ഇതിൽ കുറേ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടാവും. നമുക്കെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ടെറേറിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ നിന്ന് മുകളിലേക്ക് പോയതാണ് ഫ്ലെയിം വയലറ്റ്. ഫ്ലെയിം വയലറ്റ് മുകളിലേക്ക് എത്തി, അതിൻ്റെ ലീഫൊക്കെ വലുതായി, ലൈറ്റ് തീരെ താഴോട്ടേക്ക് കടത്തി വിടുന്നില്ല. ഈ ഫ്ലെയിം വയലറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത്യാവശ്യം വലുപ്പമുള്ള വലിയ ടെറേറിയത്തിലേക്ക് യൂസ് ചെയ്യാം. ചെറിയ ടെറേറിയത്തിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഹാർട്ട് ഫേൺ ഒരുപാട് പുതിയ ഈ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ അസ്പരാഗസിൻ്റെ ആ ഒരു വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ ചില ലീവ്സ് ഡെഡായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം വയലറ്റ് ആദ്യം കട്ട് ചെയ്യാം. ഈ ഒരു സൈസ് ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം വയലറ്റ്. വേറൊരു ബ്രാഞ്ചും കൂടി ഇതിൻ്റെ പോയിട്ടുണ്ട്. ഈ ഫ്ലെയിം വയലറ്റ് പോയപ്പോൾ തന്നെ കൂടുതൽ സ്പേസ് നമ്മളെ ടെറേറിയത്തിൽ വന്നു. ഇനി ബാക്കി കുറച്ചും കൂടി പ്ലാന്റ്സ് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ സ്പ്രിംഗ് ടൈൽസ് ഒന്നും ചത്തു പോയിട്ടില്ല, ഇതിൽ തന്നെ കാണുന്നുണ്ട്. സ്പ്രിംഗ് ടൈൽസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ വലിയ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും കാണാത്തത്. അല്ലെങ്കിൽ ചില ഈ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കളറിൽ സ്പോട്ട് ചെയ്ത് നമ്മൾ കാണേണ്ടതാണ്. അതാണല്ലോ അവരുടെ മെയിൻ ഫുഡ്. ഇതിൽ നമ്മൾ സ്പ്രിംഗ് ടൈൽസ് ഒന്നും ചത്തു പോയിട്ടില്ല, ഇതിൽ തന്നെ കാണുന്നുണ്ട്. സ്പ്രിംഗ് ടൈൽസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ വലിയ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും കാണാത്തത്. അല്ലെങ്കിൽ ചില ഈ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കളറിൽ സ്പോട്ട് ചെയ്ത് നമ്മൾ കാണേണ്ടതാണ്. അതാണല്ലോ അവരുടെ മെയിൻ ഫുഡ്. നമുക്ക് ഹാർട്ട് ഫേണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാം. ഇത് നമ്മൾ മിനിയേച്ചർ ഓർക്കിഡാണ്, ഏകദേശം കംപ്ലീറ്റ് പോയിട്ടുണ്ട് തോന്നുന്നത്. പിന്നെ ചില പ്ലാന്റ്സിൻ്റെ ലീഫ് കാര്യങ്ങളൊക്കെ ഇതിൽ കിടന്നോട്ടെ. നമ്മൾ സ്പ്രിംഗ് ടൈൽസിന് അത് ഫുഡാണ്. ഒരു ഡീക്കേ ചെയ്ത ലീഫ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്പ്രിംഗ് ടൈൽസ് കംപ്ലീറ്റ് ചത്തുപോകും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുത്തു മാറ്റണ്ട, കുറച്ച് സാധനങ്ങൾ ഇതിൽ വേണം. എന്നാലേ മാത്രമേ അവർ നമ്മൾ ടെറേറിയത്തിൽ സർവേ ചെയ്യൂ. ഈ റൈറ്റ് സൈഡിലുള്ള അസ്പരാഗസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 1.5-2 ആഴ്ച ആകുമ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് പുതിയ ബഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട്
അത് മുകളിൽ വരെ ഗ്രോ ചെയ്തോളും. ഇപ്പോൾ ബാക്കി പ്ലാന്റ്സ് ഏതായാലും നമുക്ക് അങ്ങനെ തന്നെയാണ്. ചില കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ലൈറ്റ് താഴെ വരെ എത്തും. ലൈറ്റ് താഴെ എത്തിക്കഴിഞ്ഞാൽ പതിയെ എല്ലാം ഗ്രോ ചെയ്ത് മുകളിലേക്ക് എത്തും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ടൈൽസിനെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്ക് വൈറ്റ് കളറിൽ മൂവ് ചെയ്യുന്നതാണ് സ്പ്രിംഗ് ടൈൽസ്. ഞാനിത് പുറത്തുനിന്ന് ലൈറ്റ് അടിച്ചിട്ട് കാണിക്കുന്ന ആൾ കുറച്ച് ലൈറ്റ് സെൻസിറ്റീവാണ്. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഉള്ളോട്ടേക്ക് വലിഞ്ഞു പോകും. ടെറേറിയത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം സ്പ്രിംഗ് ടൈൽസാണ് ചത്തുപോവുക. സ്പ്രിംഗ് ടൈൽസ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറേറിയം എന്താ ബാലൻസ് അല്ല എന്നാണ് അർത്ഥം. പിന്നെ ഒരു റോട്ടൺ സ്മെല്ലുണ്ടാവും നമുക്ക് ടെറേറിയത്തിന്. നിങ്ങൾക്കൊന്ന് നോക്കിയാൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ടെറേറിയം ഓക്കെയാണ്. ഈ ഒരു പ്ലാന്റ്സാണ് നമ്മൾ ടെറേറിയത്തിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. ഇത്രയും വലിയ ലീഫൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് താഴേക്ക് ലൈറ്റ് കിട്ടാണ്ട് കുറേ പ്ലാന്റ്സ് ഡ്രൈ ആവാനും മെൽറ്റ് ആവാനൊക്കെ തുടങ്ങിയത്. നമ്മൾ ടെറേറിയത്തിൻ്റെ ട്രിമ്മിങ് എന്തായാലും കഴിഞ്ഞു. ഇനി നമുക്കിത് ട്രിം ചെയ്ത സമയത്ത് ഈ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഡേർട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാട്ടർ ചെയ്തിട്ട് നമുക്ക് ആ ഡേർട്സ് കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഇത് മിസ്റ്റ് സ്പ്രെയറാണ്. എപ്പോഴും ടെറേറിയത്തിന് ഇങ്ങനത്തെ ഒരു സ്പ്രെയർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാകുന്ന സമയത്ത് ഓവർ വാട്ടർ നിങ്ങളുടെ ടെറേറിയത്തിലേക്ക് ആവില്ല. മറ്റുള്ള നോർമൽ സ്പ്രെയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം നമ്മുടെ ടെറേറിയത്തിലേക്ക് ആവും. അത് ഇതിന് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ സ്പ്രെയർ യൂസ് ചെയ്യാൻ നോക്കുക. ഇത് ഓൺലൈനിലുണ്ട്, ചീപ്പ് റേറ്റ് ആണ്. നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കണം നമ്മളെ താഴെ പ്ലാന്റ്സിൻ്റെ ഇതിലേക്കായിട്ട് പ്ലാന്റ്സ് അതിൽ കുടുങ്ങി പൊന്തി പോകാതിരിക്കും. സ്ലോ ആയിട്ട് എല്ലാ ഭാഗവും നോക്കി വൈപ്പ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമുണ്ട്. ഇനി ഈ ടെററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൊടുത്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. ഇനി ഇതൊന്ന് ഗ്രോ ചെയ്യണം. ഒരു ഗ്രോ ചെയ്തതിന് ശേഷം ഞാനൊരു അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.